നമസ്കാരം. ഡൈൻ ആൻഡ് ഡ്രൈവ് വിത്ത് വരുണിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക്, ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഹായ്, നല്ല കോട പൊതിഞ്ഞ് കിടക്കുക. മഞ്ഞിറങ്ങുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ നല്ല മഞ്ഞിറങ്ങി വന്നിരിക്കുകയാണ്. നല്ല കോട, പീസ്ഫുൾ വ്യൂ, കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അപ്പം നമുക്ക് അമ്മയിലേക്ക് ട്രക്കിലേക്ക് പോകാം. നോക്കാം. അപ്പോൾ നമ്മുടെ മോർണിംഗ് ട്രക്കിനായിട്ട് നമ്മൾ ഇന്നലെ പോയ വഴി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കമ്പി വേലിയൊക്കെ ഉണ്ട്, ചാടിക്കടന്ന് വേണം പോകാനായിട്ട്. ഇന്നലെ പോയ വഴികൾ തന്നെയാണ്, പക്ഷേ മേളിൽ പോയിട്ട് വേറെ വഴി കയറി പോകണം. വേറെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മേളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് ഇവിടുന്ന്, അതായത് മുഴുവൻ കോട മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഒന്നും കാണാൻ വയ്യ. സീറോ വിസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയാണ്. താഴേക്ക് നമുക്ക് അമരാവതി ഡാം അതൊക്കെയായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ. പക്ഷേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കൊക്കെയാണ്. മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കട്ടൻ കാപ്പിയൊക്കെ സെർവ് ചെയ്യുന്നവർ. മോർണിംഗ് കോഫി ഇവിടെ വന്നിട്ട് സെർവ് ചെയ്യും. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഒന്നും നിങ്ങളെ കാണിക്കാനില്ല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. മഞ്ഞ് മാത്രം എവിടെ നോക്കിയാലും, അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് മാത്രം. ദാ നിൽക്കുന്നത് ഗിരീഷാണ്, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. മുഴുവൻ മഞ്ഞ് തളം കെട്ടി നിൽക്കുകയാണ്. നല്ലൊരു പ്രഭാതം. നമുക്ക് വ്യൂ പ്രതീക്ഷയാണ്, നമ്മൾ താഴേക്കുള്ള ഒരു സൺറൈസ് പ്രതീക്ഷയാണ് നമുക്ക് വന്നത്. പക്ഷേ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ നമുക്ക് സൺറൈസ് കിട്ടത്തില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. കാക്ടസ് ചെടികളാണ് ഇവിടെ നിറച്ച്. ഇതിനൊന്നും മുള്ളില്ല, എല്ലാ മുള്ളും പോയിരിക്കുകയാണ്. ഇവിടെ മുള്ളുണ്ട്, പക്ഷെ വലിയ വലിയ ചെടികൾക്ക് ഒന്നും മുള്ളില്ല. ഇനിയിപ്പം മൃഗങ്ങൾ വന്ന് കടിച്ച് തിന്നുന്നതാണോ എന്താണ് സംഭവം എന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ മുള്ള് തീരെയില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാലും മുഴുവൻ കാക്ടസ് ചെടികളാണ്.
കാക്ടസ് മരങ്ങളുടെ ചെടികളുടെ ഒരു കൂട്ടം തന്നെയാണ് നിൽക്കുന്നത്. മുള്ളില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് കയറി വരാം. സുന്ദരമായ കാഴ്ച. രാവിലെ തന്നെ നടന്ന് വന്ന് ഈ പാറപ്പുറത്ത് ഇവിടെ ഈ മലയുടെ മേളിൽ ചുറ്റും നോക്കാൻ നിങ്ങൾക്ക് മഞ്ഞ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് അവർ നിൽക്കുന്നവരെ കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള മഞ്ഞ്. ഇതിൻ്റെ അപ്പുറത്ത് ആക്ച്വലി തമിഴ്നാടാണ്. നമുക്കിപ്പം സിഗ്നലേ ഒന്നുമില്ല. കോൾ ചെയ്യാൻ പോലും ഇവിടെ സിഗ്നലില്ല. നമുക്ക് ഈ കോട്ടേജ് വന്നു കഴിഞ്ഞാൽ തന്നെ BSNL ജിയോ ഒന്നിനും നമുക്കിവിടെ കവറേജ് കിട്ടത്തില്ല. ഇപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നല്ല സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡും അത്യാവശ്യം നല്ല ഫുഡാണ് സെർവ് ചെയ്യുന്നത്. രാവിലെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാം. നമ്മൾ ഇന്നലെ കണ്ട വാട്ടർഫോൾ, ആ വാട്ടർഫോളിൽ അങ്ങോട്ട് കുളിക്കാൻ പോകും. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങും താഴേക്ക്. നല്ല കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ കണ്ട് സ്പെൻഡ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം കാട്ടുപോത്തിൻ്റെ ഡ്രോപ്പിങ്സാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആനപ്പിണ്ടമുണ്ട്. ആനപ്പിണ്ടം. അപ്പം ഈ പറഞ്ഞ പോലെ നല്ല വൈൽഡ് ലൈഫ് ഇതുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. കാര്യം ഇതിന് ഡ്രോപ്പിങ്സിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് മൃഗങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡ്രോപ്പിങ്സ്. അത് മാനിൻ്റെയാണ്. മഞ്ഞ് മാറി പതുക്കെ സൂര്യൻ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാം, നേരത്തെ കണ്ട വ്യൂവിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണെന്നുള്ളത്. വലിയൊരു മലയുണ്ട് ഫ്രണ്ടിൽ, അത് ക്ലിയറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സൂര്യൻ കുറച്ചുകൂടെ ഒന്ന് ഉദിച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ ക്ലിയറായി കിട്ടും. നമുക്ക് ചെറുതായിട്ട് ക്ലിയറായി തുടങ്ങി. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്യാപ്പ് റോഡിൽ കണ്ട അതേപോലത്തെ കാഴ്ചയാണ്. താഴെ മുഴുവൻ മേഘങ്ങളാണ്, മഞ്ഞ് മേഘങ്ങൾ, പഞ്ഞിക്കെട്ടുകൾ പോലെ നിൽക്കുന്നു. നമ്മളതിൻ്റെ മേളിലും നല്ല വ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്ത് വന്നിട്ടിപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ആ വെയിറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട്സ് കിട്ടി തുടങ്ങി. നല്ല സൺറൈസ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കാട്ടിലേക്ക്. മാൻ്റെ ഡ്രോപ്പിംഗ് ആണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഡ്രോപ്പിംഗ് ആണിത്. മൺകാട്ടം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ക്ലിയർ ആകുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറുതായിട്ടൊന്ന് ക്ലിയറായി, ചെറുതായിട്ട് സൺറൈസ് കിട്ടി. പക്ഷേ വീണ്ടും മഞ്ഞ് വന്ന് മൂടി. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. കാര്യം ഇവിടെ ഇവർ ഈ ഫോറസ്റ്റ് ഗാർഡ്സാണ് ഈ കാണുന്ന കോട്ടേജിലിരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർക്കറിയാം അവർ മറ്റേ ആദിവാസികളാണ്. അപ്പം അവർ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുവാ ക്ലിയർ ആകത്തില്ല. ഇത്രയും മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് ഇനി ക്ലിയർ ആകാൻ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അരുവി, അതൊരു പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു ടപ്പിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. ഫ്രീസറിൽ വെച്ചിട്ടെടുത്ത പോലെ. സൂപ്പർ. അങ്ങനെ നമ്മൾ താഴെ തിരിച്ചെത്തിയിരിക്കുകയാണ്. മുട്ടിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു മുട്ടിൻ്റെ പ്രശ്നമുള്ളതാണ്, ലെഫ്റ്റ് നീക്ക് ഒരു ടയറുള്ളത്. അപ്പം ഇത്രയും നല്ല കുത്തനെ കയറിയപ്പോഴത്തേക്കും ഇച്ചിരി നല്ല പെയിനുണ്ട് കാലിന്. വീണ്ടും കോട്ടേജിൻ്റെ അവിടെ വന്നു. നമ്മൾ നേരത്തെ കണ്ടാലും കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും മൂടി നിൽക്കുക തന്നെയാണ്. നിങ്ങൾക്ക് വേറൊരു വിഷ്വൽ തരാം.
നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പം ഇത് നമ്മുടെ കോട്ടേജിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡ്രോൺ കുട്ടരെ പൊക്കുവാണ്. ഓക്കെ, നമുക്ക് ആ വ്യൂവിലേക്ക് നമുക്കിനി പോകാം. രാവിലെ തന്നെ നെല്ലിക്ക പറിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. നെല്ലിമരം കുലുക്കി നെല്ലിക്ക എടുക്കുന്നു. കവർ ഫുള്ള് നമ്മളിന്ന് പറിച്ച് കൊണ്ടുപോവാം. ദാ നെല്ലിക്ക പറിക്കുന്ന ജീവി. ഇവിടെ എല്ലാം ഫുള്ള് നെല്ലിക്ക ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ മരത്തിലൊക്കെ കാണാം മുഴുവൻ നെല്ലിക്ക. പക്ഷെ ഇവിടെ ഫെൻസ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ മരത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അത് നല്ലതാണ്. അതാണ് നമ്മുടെ ബഡ് ഹൗസിൻ്റെ മറ്റൊരു വ്യൂ. ഞങ്ങളിപ്പുറത്ത് വന്നിരിക്കുകയാണ്. അവിടെ നെല്ലിക്ക പറിക്കൽ നടക്കുന്നു. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറിഞ്ഞി സാങ്ച്വറി വ്യൂ കാണാം. അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ആ മലയുടെ മേളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്നത്, താഴെ കാണുന്നത് മറയൂർ, കാന്തല്ലൂർ, ആ സ്ട്രെച്ചാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ വീണ്ടും മഞ്ഞ് നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വിളവെടുപ്പാണ്. നെല്ലിക്ക പറിച്ച് അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ ആ കണ്ട വാട്ടർഫാളിൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ബഡ് ഹൗസ് ആണെങ്കിൽ കുഴപ്പമില്ല, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. ബാക്കി എന്തുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പം അങ്ങനെ ബാക്കി കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ല കുഞ്ഞാന്നിരിക്കുന്നു ഉണ്ണിയപ്പം. നമുക്കൊരു 10 മണി ആ സമയത്ത് പ്രതീക്ഷ പോയാ എന്തുവാ ഓക്കെ. ആ മലയുടെ അപ്പുറത്താണ് നമ്മൾ ഇന്ന് മോർണിംഗ് നമ്മൾ ട്രെക്കിന് പോയത്. നമ്മൾ ആ കാണുന്ന ആ ഒരു എൻഡിൽ തിരിച്ച് നമ്മളെ ഡിസെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട്
ഇവിടുന്ന് അങ്ങ് പോവാം. നല്ല വെള്ളം, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, നല്ല തണുപ്പാണ് വെള്ളത്തിന്. എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഒരു രക്ഷയില്ല, തണുത്ത് മരവിച്ചിരിക്കുവാണ്. ഭയങ്കര തണുപ്പ്, അന്യ തണുപ്പാണ്. പക്ഷേ നല്ല റിഫ്രഷിങ് ഒരു കുളിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വാട്ടർഫോള് നന്നായിട്ടൊന്ന് കുളിച്ച് കയറി. സത്യം പറഞ്ഞാൽ കയറാൻ തോന്നുന്നില്ല, അതുപോലെ നല്ല തണുപ്പാണ്. നല്ല രാവിലത്തെ ആ ഒരു ഗ്ലൂമിനെസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് മാറി കിട്ടും. ഇവിടെ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൗൺ സ്ട്രീം അങ്ങോട്ടുണ്ട്. അവിടെയും ചെറിയൊരു വാട്ടർഫോൾ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡ്രോൺ ഷോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഏരിയൽ വ്യൂ അങ്ങോട്ട് പോയി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഈ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെന്തായാലും ഇനിയിപ്പം പോയിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് നോക്കണം. എന്തായാലും നമ്മൾ തിരിച്ചു പോകാൻ വണ്ടി എടുത്ത് വരുന്നു. നല്ല ഓഫ് റോഡിങ് ഉണ്ട്, നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസും ഒരു വൈൽഡ് ഒരു സ്റ്റേയും എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ സംഭവബഹുലമായ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നല്ലൊരു ജേണി ആയിരുന്നു. നല്ല ഈ പറഞ്ഞ പോലെ 2 ദിവസം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇന്നലെ രാത്രി വളരെ പീസ്ഫുള്ളായിട്ട് നമ്മൾ, അതേപോലെ ഈ ഒരു പ്രോപ്പർട്ടിയും നല്ലൊരു പ്രോപ്പർട്ടി. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ, മിഥുനാണ് എൻ്റെ ഓണർ. അപ്പോൾ മിഥുൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടുന്ന് വിട പറയുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി, ബൈ.